എങ്ങോട്ടാ പോണേ? ഡ്രസ് എടുക്കണ്ടേ? അപ്പൊ ബർജു കൈയടിച്ച് പാസ്സാക്കി. ഇനി മോളെയും കൊണ്ട് പോവാണ്. നമ്മൾ ഇറങ്ങി ബാക്കിലാണല്ലോ ഇരിക്കുന്നത്, ഇനി ഫ്രണ്ടിലിരിക്കണ്ടാവും. അപ്പം അവൾ ഓരോ കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഹാപ്പി ആയിട്ട് നമ്മൾ പോവാണ്. അപ്പം ആദ്യം എനിക്ക് ഡ്രസ്സ് എടുക്കുക. കുന്നമംഗലത്ത് ഡെനിം എന്ന് പറഞ്ഞ ഷോപ്പുണ്ടെന്ന്, ഞാൻ ആദ്യമേ വാങ്ങുന്ന ഷോപ്പാണ്. അപ്പോൾ ജസ്റ്റ് കാഷ്വലായിട്ട് നോക്കി, ജീന് നോക്കി. ജീൻ ഓൾമോസ്റ്റ് സെറ്റായിട്ടോ. ഷർട്ടും നോക്കി, ഷർട്ടും പെട്ടെന്ന് സെറ്റാക്കി. നമ്മളെ ഡ്രസ്സ് എടുക്കലൊക്കെ എത്ര പെട്ടെന്നല്ലേ കഴിയുന്നത്. വൈഫിനൊക്കെ ആദ്യം ഡ്രസ്സ് എടുത്തത് കൊണ്ട് സമയം കുറേ ലാഭിക്കാനായി. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനിയിപ്പം മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ ഒരു ഷോപ്പുണ്ട്, മൂഴിക്കലും കുന്നമംഗലത്തുമൊക്കെയുള്ള ഷോപ്പാണ്, മൈ ബേബി എന്ന് പറഞ്ഞിട്ടുള്ള. അവിടെ നല്ല കുട്ടികളെ സെലക്ഷൻസ് ഉണ്ട്. ഒരു പ്രാവശ്യമൊക്കെ ഡ്രസ്സ് ചെയ്യാൻ അവർ സമ്മതിക്കിട്ടോ, പിന്നെ സമ്മതിക്കില്ല, ഭയങ്കര കച്ചറയാണ്. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്, അതുമായിട്ട് അവിടുന്ന് ഇറങ്ങി. ഓക്കെ, ഇനി നേരെ കോഴിക്കോട്. എന്താ വെച്ചാൽ നോമ്പുറക്കണമല്ലോ. അങ്ങനെ നേരെ വിട്ട് കോഴിക്കോട്. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണെന്ന് തോന്നിട്ടോ പറക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗസാനിയയിൽ വിളിച്ച് ബുക്ക് ചെയ്തിരുന്നിട്ടോ. പണ്ടത്തെ അൽബൈക്ക്, കോഴിക്കോട്ടുകാർക്ക് നല്ല പരിചയമുള്ള ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നതാണ് ഫുഡ് കഴിക്കാൻ, നല്ല ഫുഡാണ്. അങ്ങനെ മോളെയും കൊണ്ട് ജസ്റ്റ് അവരുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി. അവിടെ ഏകദേശം അവർ ഫുഡൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, 2-3 ടൈപ്പ്, ചട്ടിപ്പത്തിരി, അങ്ങനെ കുറച്ച് പലഹാരങ്ങൾ. അതാ ഉപ്പിലിട്ടതും അച്ചാറൊക്കെ ആയിട്ട് നല്ല ഐറ്റംസ് ഉണ്ട്. പിന്നെ ഡെസേർട്ട്സ് ഉണ്ട്, നല്ല സാലഡ്സ് ഉണ്ട്, അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടോ. ഇനി നമുക്ക് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് കിടക്കാം. നല്ല ഫിഷ് കറി, നല്ല ബീഫ് വരട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ട്രൈ ചെയ്തിട്ട് കിടിലനാണ്. പിന്നെ ചിക്കൻ കറി, തേങ്ങ അരച്ച് കറി വെച്ചതാണ്. പിന്നെ നല്ല ചിക്കൻ അൽഫാം, പിന്നെ അതിന് റൊട്ടി ഉണ്ട്, പിന്നെ വീറ്റ് പൊറോട്ട ഉണ്ട്, നൈസ് പത്തിരി ഉണ്ട്, മന്തി ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ല ലഗോൺ ചിക്കൻ ബിരിയാണി, അടിപൊളിയാണ് കേട്ടോ, അടിപൊളി. പിന്നെ അതൊക്കെ കഴിച്ച് ചെറിയ ഐസ്ക്രീം, ചെറിയൊരു പുഡിങ് ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇനി ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നേരെ ബീച്ചിലെത്തി. പതുക്കെ ബീച്ചിലേക്ക് നടന്ന്. അപ്പം എക്സ്ട്രീം ഹാപ്പി ആയത് ബർജു ആണ് കേട്ടോ. അവൾക്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ അവളുടെ ഫേവറേറ്റ് സ്ഥലമാണ്. അവൾക്ക് സുഖമായിട്ട് സ്വതന്ത്രമായിട്ട് ഓടിക്കളിക്കുക, അടിപൊളിയാണ് കേട്ടോ ആൾ. അങ്ങനെ കുറച്ച് നേരം ബീച്ചിലൊക്കെ ചിലവഴിച്ച് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ ചുരണ്ടി ഐസ്, ഒരതി ഐസ് എന്നും പറയും, നല്ല ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. പണ്ട് മുതലേ കഴിക്കുന്നതാണ് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ. അങ്ങനെ അതും അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എരിവും മധുരവും മിക്സ് ആക്കിയിട്ടുള്ള സ്പെഷ്യലായിട്ടാണ് ചുരണ്ടി ഐസ്. അപ്പം അതങ്ങോട്ട് വാങ്ങി അത് കഴിച്ചു. അങ്ങനെ ബീച്ചിൽ കുറച്ച് നേരം ചിലവഴിച്ചു. നല്ല ഹാപ്പി. നോമ്പിനും തീരെ ബീച്ചിലൊന്നും അധികം വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെന്താണ്, പിന്നെന്തില്ലേ, ജസ്റ്റ് ഫോളോ ചെയ്ത് അങ്ങോട്ട് പോയിക്കോളിട്ടോ.